നമസ്കാരം. കേരളത്തിൽ താമര വിരിയുമോ? എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നതിന് മുൻപ് ഇതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച എങ്കിൽ ഇപ്പോൾ ചോദ്യം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. കേരളത്തിൽ താമര വിരിയും എന്ന് തന്നെ ഏകദേശം എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത് എവിടെ വിരിയും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ഏത് മണ്ഡലം എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ BJPയുടെ പ്രവർത്തകർക്കിടയിൽ പോലും ആശയക്കുഴപ്പമുള്ളൂ. വിജയത്തോട് അടുത്തെത്തിയ ശേഷം പരാജയം രുചിക്കേണ്ടി വന്ന 2019 അനുഭവം BJPക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ അവരാരും തുറന്ന ഒരു പ്രവചനത്തിനായി മുന്നോട്ട് വന്നിട്ടില്ല എന്ന കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വിജയം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ സുരേന്ദ്രൻ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ വിജയത്തിന്റെ വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്ന സമയത്ത് പോലും BJPയുടെ നിർഭാഗ്യം കൊണ്ട് അത്തരത്തിലുള്ള ഒരു മാറ്റം, അങ്ങനെ ഒരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നുള്ള പാഠം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി എല്ലാ എക്സിറ്റ് പോളുകളും BJP തീർച്ചയായും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ പോലും അതേത് മണ്ഡലമായിരിക്കുമെന്ന ചില കൃത്യമായ സൂചനകൾ നൽകാൻ പാർട്ടിയുടെ ഔദ്യോഗിക വൃത്തങ്ങൾക്ക് കഴിയാതെ പോകുന്നത്. നിലവിൽ എന്തായാലും ഈ നിരയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട പേര് തൃശ്ശൂർ തന്നെയാണ്. നമുക്കറിയാം, തൃശ്ശൂരിനെ ചുറ്റിപ്പറ്റിയുള്ള പല രാഷ്ട്രീയ അവലോകനങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. തൃശ്ശൂരിൽ BJP എന്തുകൊണ്ട് വിജയിക്കും എന്നതിൻ്റെ കൃത്യമായ കണക്കുകളടക്കം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, തൃശ്ശൂരിലുള്ള പാർട്ടി പ്രവർത്തകരടക്കം ഓരോ മണ്ഡലങ്ങളുടെയും കണക്കുകൾ വീതം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. ഏകദേശം 1275ഓളം പോളിംഗ് ബൂത്തുകളിലെ കൃത്യമായ കണക്കുകളിൽ നിന്നുമാണ് സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ള ഒരു സാധ്യത അവർ ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇത്തരം കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് BJPയുടെ കേരളത്തിലെ തലവര മാറ്റാൻ പോകുന്നത് തിരുവനന്തപുരം മണ്ഡലമാകാം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തരായ 2 ശക്തർ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി എത്തിയപ്പോൾ തന്നെ ഈ മണ്ഡലം ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ വിദേശ മാധ്യമ പ്രവർത്തകർ അവർ കേരളത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. അതേസമയം ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവർ കൂടുതൽ റിപ്പോർട്ടുകളും തയ്യാറാക്കിയത്. എന്നാൽ കുറച്ച് പേരെങ്കിലും കേരളത്തിൽ ശ്രദ്ധ കൊടുത്ത ഒരു മണ്ഡലം തിരുവനന്തപുരം തന്നെയായിരുന്നു. അവർ ദീർഘനാൾ അവിടെ തമ്പടിച്ചു തന്നെ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു. 2 മുൻ കേന്ദ്രമന്ത്രിമാരും ഒരു മുൻ MP-യും തമ്മിലുള്ള അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. കേരളത്തിലെ VIP മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയാവുന്ന മണ്ഡലമാണിത്. ഇക്കുറി തിരുവനന്തപുരത്ത് 66.46% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 73.45% എന്തായാലും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഇടിവ് തങ്ങളെ ബാധിക്കില്ല എന്നാണ് 3 മുന്നണികളും ഉറപ്പിച്ച് പറയുന്നത്. മറിച്ച് ഇത് തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമെന്ന് കൂടി ഇവർ വിശ്വസിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് നമുക്കറിയാം. തീരപ്രദേശവും നഗരമേഖലയും ഗ്രാമപ്രദേശവും ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലെ വോട്ടർമാരുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല. സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവരും പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നവരും മാത്രമല്ല, മറിച്ച് വികസനം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കൂടി തിരുവനന്തപുരത്തുണ്ട്. 2009-ലും 2014-ലും 2019-ലും തിരുവനന്തപുരത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച UPA സർക്കാരിലെ മന്ത്രിയായിരുന്ന ശശി തരൂർ ഇതിനോടകം തന്നെ തനിക്ക് ഹാട്രിക് നേട്ടം ഉറപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന് വേണ്ടി താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ശശി തരൂർ മണ്ഡലത്തിൽ വോട്ട് തേടിയത്. എന്നാൽ വികസനമില്ലാത്ത 15 വർഷങ്ങളാണ് കടന്നുപോയതെന്ന പ്രചാരണവുമായി ഇനി കാര്യം നടക്കും എന്ന ടാഗ് ലൈനോട് കൂടിയാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയത്. സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളെ പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചത് എന്നോർക്കണം. ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ ഒരിക്കലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവില്ല. ഈ വർഷത്തെ ലോക്സഭാ ചർച്ചകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു ശശി തരൂറിന് യഥാർത്ഥത്തിൽ പാർലമെന്റിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ല എന്ന് തന്നെയായിരുന്നു ഉത്തരം. കാരണം 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടെയും കണ്ണുണ്ടായിരുന്നത്. ദില്ലി രാഷ്ട്രീയം മടുത്ത ഇവരിൽ
ഭൂരിഭാഗവും ഇനി കണ്ണുവെച്ചിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയാണ്. അക്കൂട്ടത്തിൽ പ്രമുഖൻ തന്നെയാണ് ഈ ശശി തരൂർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളിലടക്കം കോൺഗ്രസ് ഇക്കുറി കുറച്ച് പിന്നോട്ട് പോയിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും സ്വന്തം മാസ്റ്റർ പ്ലാൻ അടക്കം അവതരിപ്പിച്ചുകൊണ്ട് ഹൈ വോൾട്ടേജ് പ്രചരണം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. കേന്ദ്രത്തിന്റെ സ്വന്തം ആൾ തന്നെ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു നൽകിയാൽ അത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതാവില്ല. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തെ നേതൃത്വം ഉറപ്പിക്കുന്നു, കേരളത്തിൽ താമര വിരിയുമെങ്കിൽ അത് ആദ്യം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുമെന്ന്. എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും ഉള്ളത്. തൃശ്ശൂരിലേക്ക് മാത്രമായി BJPയുടെ വിജയ സാധ്യത ചുരുങ്ങിപ്പോകുന്ന ചില ചർച്ചകളുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് ഒരു അട്ടിമറി വിജയം തന്നെ BJP ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്.